ഇപ്പോൾ 2 സുഹൃത്തുക്കളെ ചേർത്തലയിലുള്ള അവരെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോയതാണ്. തിരിച്ച് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ കാറിൽ തിരിച്ചു പോവുകയായിരുന്നു. ആ സമയത്ത് ഞാൻ എന്നിട്ട് രാത്രിയായിരുന്നു, ഞാൻ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണെന്നാണ് തോന്നുന്നത്. വണ്ടി പോയി ഒരു മരത്തിലിടിച്ചു. അങ്ങനെ എനിക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നു. അന്നത്തേന് ശേഷം പിന്നീട് നീണ്ട കുറച്ച് കാലം കിടപ്പിലും പിന്നീട് വീൽ ചെയറിലുമായി ഇങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് പോകുന്നത്. അത് ഈ പറഞ്ഞ പോലെയാണല്ലോ, നമ്മളൊരു നിലയില്ലാ കയത്തിലോട്ട് വീണ് പോകുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. നമുക്കൊരു ഉത്തരവില്ലല്ലോ. നമ്മൾ ഇങ്ങനെ കിടന്നിട്ട് നോക്കി എങ്ങനെ നമ്മൾ രക്ഷപ്പെടും, എങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകും എന്നുള്ളതിന് ഉത്തരവില്ലായ്മയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന അതൊക്കെ ആയിരിക്കും നമ്മുടെ രക്ഷയ്ക്കായി നമ്മൾ പിടിച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും. അപ്പോൾ അത് പോകുന്നത് സ്വാഭാവികമായി നമുക്ക് അടുപ്പമുള്ള ആൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ദേഷ്യമൊന്നുമില്ല. ഇപ്പം അങ്ങനത്തെ ആലോചിക്കാറില്ല. ഇല്ല. അല്ല, ഞാൻ ജീവിതത്തിൽ ഇതൊരു ദുരന്തമായിട്ടൊന്നും ഇപ്പം കാണുന്നില്ല. ഇല്ല. നമുക്ക് ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായി. അത് ദുരന്തമാകുന്നതാണ്. ദുരന്തമാകുന്നത് നമുക്ക് പിന്നെ ഒരു ഡിസേബിൾ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഈ ലോകത്ത് ജീവിക്കുന്നതിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതിനെ ദുരന്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ ഈ അവസ്ഥയിലുള്ള സകലർക്കും ജീവിതത്തിലോട്ട് തിരിച്ചു വരണം എന്ന് അതിഭീകരമായ ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇത്രയും അനുഭവങ്ങളിൽ കൂടെയാണല്ലോ വരുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ എന്തൊക്കെ പിടിച്ചു വെച്ചിരുന്നാലും ഇതൊന്നും സ്ഥായിയല്ലെന്നും മനസ്സിലാക്കാം. പക്ഷേ ജീവിതത്തിന് മറ്റു ചില അർത്ഥങ്ങളാണ് വേണ്ടത്. കുറച്ചുകൂടെ എല്ലാവരും സമാധാനത്തിന് വേണ്ടിയാണല്ലോ ജീവിക്കുന്നത്. അപ്പം എനിക്ക് കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെയുള്ളവരെ പോയി കാണുമ്പോഴും അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കുമ്പോഴും അവരുടെ അടുത്ത് എന്തെങ്കിലും അങ്ങോട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുണ്ടാകുമ്പോഴും ഒക്കെ ആയിരുന്നു ആ സമയത്തും നമുക്കൊരു ആശ്വാസം കിട്ടിയിരുന്നത്. പിന്നെ നമ്മൾ ആ വഴിക്ക് തന്നെ അങ്ങ് പോകാൻ തീരുമാനിക്കുകയായിരുന്നു.